Good morning, children. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മലയാള ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയുണ്ടായിരുന്നു അല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ ഉപപാഠ പുസ്തകത്തെ കുറിച്ചൊരു ഉപപാഠ പുസ്തകം നമുക്ക് പഠിക്കാനുണ്ട്. ആ ഉപപാഠ പുസ്തകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ അതൊരുപാട് ചാപ്റ്ററുകളായിട്ടുണ്ട്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ പുസ്തകം പഠിക്കാനായിട്ട്. തേജസ്വിയായ വാഗ്മി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. തേജസ്വിയായ വാഗ്മി. വാഗ്മി എന്ന് വെച്ചാൽ എന്താണ്? അസാധാരണമായ പ്രസംഗിക്കാനുള്ള കഴിവ്. വാഗ്മി അസാധാരണമായ വാഗ്പാഠമുള്ള വ്യക്തികളെ വാഗ്മി എന്ന് വിശേഷിപ്പിക്കുക. അതുപോലെ നമുക്ക് പഠിക്കേണ്ടത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ജീവചരിത്ര കുറിപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഉപപാഠ പുസ്തകത്തിലുള്ളത്. എല്ലാവർക്കും നമ്മൾ ഒരുപാട് മഹത് വ്യക്തികളെ കുറിച്ച് ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ട്. ഒരുപാട് പ്രസംഗങ്ങളിലൂടെയൊക്കെ നമ്മൾ ഓരോ മഹത് വ്യക്തികളുടെ ജീവചരിത്രങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടായ പ്രധാന സംഭവങ്ങളെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞു കേട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് സ്വന്തമായിട്ട് നിങ്ങളിപ്പോൾ 9ാം ക്ലാസ് എത്തിയ കുട്ടികളുടെ സ്വഭാവത്തിൽ ശരിക്കും ഈ ഒരു പുസ്തകം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രയോജനപ്രദമായ ഒരു ഉപപാഠ പുസ്തകമാണ്. കാരണം ആ ഉപപാഠ പുസ്തകത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഉപപാഠ പുസ്തകം ശരിക്കും പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദ്യോത്തരം എഴുതി മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ ഉള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകം പഠിക്കുന്നതിലൂടെ വായിക്കുന്നതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന അത് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഈ ജീവചരിത്രക്കുറിപ്പിൽ നമ്മൾ ഓരോ ചാപ്റ്ററിലും നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഭയങ്കര ആകാംക്ഷയാണ്. അത്രയ്ക്ക് രസകരമാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം. ഓരോ കാര്യങ്ങളും ഓരോ ചാപ്റ്ററിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം. അപ്പം അദ്ദേഹത്തിന് നമുക്ക് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന് വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ, അല്ലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റിയ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഏകാഗ്രത, അദ്ദേഹത്തിൻ്റെ ഏകാഗ്രതയെ കുറിച്ച് ഉള്ള ചാപ്റ്റർ ഏകാഗ്രത വ്യക്തമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാം ശരിക്കും നമ്മൾ കേൾക്കുകയാണ്, നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ആ ഏകാഗ്രതയാണ് അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് മുതിർന്ന പ്രായത്തിലുള്ളവർ നേടുന്നതിനേക്കാൾ കൂടുതൽ അറിവ് അദ്ദേഹത്തെ സ്വായത്തമാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഏകാഗ്രതയാണ്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, എന്തിനേയും സത്യസന്ധമായിട്ട് തന്നെ സത്യസന്ധമായിട്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ സത്യസന്ധത അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഏകാഗ്രതയ്ക്ക് യാതൊരു വിഘ്നവും വരുത്താതെ അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രക്കുറിപ്പിൽ, അല്ലെങ്കിൽ തേജസ്വിയായ വാഗ്മി എന്ന സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിക്കുന്നതാണ് തേജസ്വിയായ വാഗ്മി എന്ന്. ആ പുസ്തകത്തിൽ നമുക്ക് ഓരോ ചാപ്റ്ററിലും അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ബാല്യത്തെക്കുറിച്ചും നമുക്ക് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് നിങ്ങളുടെ ആരാധകരാണ് അല്ലേ? ഫിലിം ആക്ടേഴ്സിനെ ആരാധിക്കുന്നവരുണ്ട്, ഫുട്ബോൾ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ഫീൽഡിലുള്ള വ്യക്തികളെ നിങ്ങൾ ആരാധിക്കുക, അതിൻ്റെ പിക്ചറൊക്കെ വെട്ടി ബുക്കിലൊട്ടിക്കുക, അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ അനുകരിക്കുന്നൊരു പ്രായത്തിലാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് ശരിക്കും നിങ്ങൾക്ക് വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനും അനുകരിക്കാനും പറ്റിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ട് ഈ വർഷമുള്ളത്. വളരെ രസകരമാണ്, അത് ശ്രദ്ധിച്ചിരിക്കുകയും അതുപോലെ തന്നെ കഥകളാണ്, ഓരോ ചാപ്റ്ററും കഥകളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 1ാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചും അദ്ദേഹം ഏത് സ്ഥലത്താണ് ജനിച്ചെന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെ 1ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പം ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്താണ് ഓരോ ക്വസ്റ്റ്യൻസ്. ഇപ്പം എല്ലാ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നമുക്ക് നോക്കിയാൽ മതി. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വായിക്കണം, നന്നായിട്ട് വായിക്കണം. വീഡിയോ ക്ലാസ് കാണുകയും ചെയ്യണം എല്ലാവരും. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഭാരതത്തിൻ്റെ തലസ്ഥാനം പോലെ ശോഭിച്ചിരുന്ന കൽക്കട്ട നഗരത്തിൻ്റെ, അതായത് കൊൽക്കത്ത നഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് സിംല എന്നൊരു ദേശമുണ്ട്.
വാഗപ്പൂ മരങ്ങളുടെ വർണ്ണാഭയിൽ കുളിച്ച പ്രദേശത്ത് ജീവിച്ചു വന്നവരാണ് കായസ്ഥ വർഗത്തിൽപ്പെട്ട ദത്ത കുടുംബക്കാർ. ദാനശീലർ, പ്രബലർ, ബുദ്ധിശക്തിയിലും കർമ്മശക്തിയിലും മുൻപന്തിയിലാണവർ. ആ കുടുംബത്തിലെ പ്രശസ്തനായ ഒരാളായിരുന്നു രാംമോഹന ദത്തൻ. ഒരു നിയമജ്ഞന്റെ കാര്യസ്ഥൻ. കഠിന അധ്വാനം കൊണ്ട് രാംമോഹനൻ ധാരാളം ധനം നേടി. അദ്ദേഹം ഗൗരമോഹൻ മുഖർജി തെരുവിൽ ഒരു മാളിക പണിയിച്ചു. കുടുംബാംഗങ്ങളോടൊത്ത് അവിടെ താമസമാക്കി. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചുമാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഭാരതത്തിൻ്റെ തലസ്ഥാനം പോലെ ശോഭിച്ചിരുന്ന കൊൽക്കത്ത നഗരത്തിലെ സിംല എന്നൊരു ദേശമുണ്ട്. സിംല എന്നൊരു ദേശമാണ്. ആ സിംല ദേശത്തിന് എന്താ പ്രത്യേകത? അവിടെ വാഗപ്പൂ മരങ്ങളുടെ വർണ്ണാഭയിൽ കുളിച്ച ആ പ്രദേശത്ത് ജീവിച്ചു വന്നവർ. ആ പ്രദേശത്തിന്റെ പ്രത്യേകത അവിടെ നിറച്ച് വാഗപ്പൂ മരങ്ങളാണ്. ആ പ്രദേശത്ത് താമസിച്ചു വന്നിരുന്ന ഒരു കുടുംബക്കാരാണ്. എന്ത് കുടുംബക്കാരാണ്? അവിടെ കുടുംബത്തിലെല്ലാവർക്കും ഒരു കുടുംബ പേര് അല്ലേ, ഫാമിലി നെയിം എന്ന് പറഞ്ഞ പോലെ സ്വാമി വിവേകാനന്ദന്റെ കുടുംബത്തെ അറിയപ്പെടുന്നത് ദത്ത കുടുംബക്കാർ. ദത്ത കുടുംബക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. സിംല എന്ന ദേശത്ത് കൽക്കട്ട നഗരത്തിന്റെ ഭാരതത്തിന്റെ തലസ്ഥാനം പോലെ ശോഭിച്ചിരുന്നാണ് സിംല. വാഗപ്പൂ മരങ്ങളുടെ വർണ്ണാഭയിൽ കുളിച്ച സ്ഥലത്ത് സിംല എന്ന ദേശത്ത് അവരുടെ കുടുംബത്തിന്റെ പേര് ദത്ത കുടുംബക്കാർ എന്നാണ്. ഇനി അവരുടെ പ്രത്യേകതകൾ, ഈ ദത്ത കുടുംബക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അവര് എന്തായിരുന്നു? ആ കുടുംബക്കാർ ദാനശീലരായിരുന്നു. ദാനശീലർ, പ്രബലർ, ബുദ്ധിശക്തിയിലും കർമ്മശക്തിയിലും മുൻപന്തിയിലാണവർ. ആ കുടുംബത്തിലെ പ്രശസ്തനായ ഒരാളായിരുന്നു രാംമോഹന ദത്തൻ. അതിലെ പ്രശസ്തനായ ആളുടെ പേരാണ് രാംമോഹന ദത്തൻ. ഒരു നിയമജ്ഞന്റെ കാര്യസ്ഥൻ. കഠിനാധ്വാനം കൊണ്ട് രാംമോഹൻ ദത്തൻ ധാരാളം ധനം നേടി. അദ്ദേഹം ഗൗരമോഹൻ മുഖർജി തെരുവിൽ ഒരു മാളിക പണിയിച്ചു. കുടുംബാംഗങ്ങളോടൊത്ത് അവിടെ താമസമാക്കി. അദ്ദേഹത്തിന്റെ കഠിന അധ്വാനത്തിലൂടെ അദ്ദേഹം ധാരാളം പണം സമ്പാദിച്ച് ഗൗരമോഹൻ മുഖർജി തെരുവിൽ ഒരു മാളിക പണിയിച്ചു. അങ്ങനെ അവിടെ അവർ മാളിക പണിച്ച് ആ കുടുംബാംഗങ്ങളോടൊത്ത് അവിടെ സുഖമായി ജീവിച്ചു. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഭാരതത്തിന്റെ തലസ്ഥാനം പോലെ ശോഭിച്ചിരുന്നതാണ് കൊൽക്കത്ത നഗരം. അവിടെ സിംല എന്നൊരു ദേശമുണ്ട്. ആ ദേശത്തിന്റെ പ്രത്യേകത വാഗപ്പൂ മരങ്ങളുടെ വർണ്ണാഭയിൽ കുളിച്ച ആ സ്ഥലത്ത് താമസിക്കുന്നവരാണ് ദത്ത കുടുംബക്കാർ. സ്വാമി വിവേകാനന്ദന്റെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്, ഒരു ദത്ത കുടുംബക്കാർ. ഇനി ആ ദത്ത കുടുംബക്കാരുടെ പ്രത്യേകതകൾ, അവർക്ക് പാരമ്പര്യമായിട്ട് ആ കുടുംബക്കാർ അവർക്ക് ഇന്ന ഗുണങ്ങളുള്ളവരായിരുന്നു. എന്തൊക്കെയാണ് ഗുണങ്ങൾ? അവർ ദാനശീലരായിരുന്നു, പ്രബലരായിരുന്നു, പിന്നെന്താണ്, ബുദ്ധിശക്തിയിലും കർമ്മശക്തിയിലും മുൻപന്തിയിൽ. എല്ലാ കാര്യങ്ങളും അവർക്ക് ബുദ്ധിയുടെ കാര്യത്തിലായാലും കർമ്മത്തിന്റെ എന്ത് പ്രവർത്തന കാര്യത്തിലായാലും അവരെല്ലാം മുൻപന്തിയിലായിരുന്നു. ആ കുടുംബത്തിലെ രാംമോഹന ദത്തൻ അദ്ദേഹം ഒരു നിയമജ്ഞനായിരുന്നു. അദ്ദേഹം തന്റെ കഠിന അധ്വാനത്തിലൂടെ ധാരാളം പണം സമ്പാദിച്ച് ഗൗരമോഹൻ മുഖർജി തെരുവിൽ ഒരു മാളിക പണിയിച്ചു. കുടുംബാംഗങ്ങളോടൊത്ത് അവിടെ താമസിച്ചു. അപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ കുടുംബത്തെ കുറിച്ചാണ് പറയുക. അവര് കൊൽക്കത്ത നഗരത്തിലെ സിംല എന്ന ദേശത്ത് ദത്ത കുടുംബത്തിൽ ആണ് ജനിച്ചത്. അവിടുത്തെ പ്രത്യേകതകൾ: അവർ ദാനശീലരായിരുന്നു, പ്രബലരായിരുന്നു, ബുദ്ധിശക്തിയിലും കർമ്മശക്തിയിലും മുൻപന്തിയിലായിരുന്നു. ഇനി അവിടുത്തെ രാംമോഹൻ ദത്തൻ ആ കുടുംബത്തിലെ ഏറ്റവും പ്രശസ്തനായ ആളായിരുന്നു രാംമോഹന ദത്തൻ. കുടുംബത്തിലെ പ്രശസ്തനായിരുന്നു അദ്ദേഹം. തൻ്റെ കഠിന അധ്വാനത്തിലൂടെ ധാരാളം പണം സമ്പാദിച്ച് ഒരു മാളിക പണിയിച്ച് കുടുംബാംഗങ്ങളോട് അവിടെ താമസിച്ചു.
സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ രാമോഹൻ ദത്തന് 2 കുട്ടികൾ പിറന്നു. ദുർഗാ പ്രസാദ് ദത്തനും കാളി പ്രസാദ് ദത്തനും. ദുർഗാ പ്രസാദ് ദത്തൻ, കാളി പ്രസാദ് ദത്തൻ. ദുർഗാ പ്രസാദ് ദത്തനും കാളി പ്രസാദ് ദത്തനും. അദ്ദേഹത്തിന്റെ മക്കളുടെ രാമോഹൻ ദത്തന്റെ മക്കളുടെ പേരാണ് രാമോഹൻ ദത്തൻ. രാമോഹൻ ദത്തന് 2 മക്കൾ ജനിച്ചു. ആ മക്കളുടെ പേരാണ് ദുർഗാ പ്രസാദ് ദത്തും കാളി പ്രസാദ് ദത്തും. 2 മക്കൾ ജനിച്ചു. ദുർഗാ പ്രസാദിന് സംസ്കൃതത്തിലും പേർഷ്യൻ ഭാഷയിലും നല്ല ജ്ഞാനമുണ്ടായി. നിയമ പണ്ഡിതനുമായി അദ്ദേഹം. ദുർഗാ പ്രസാദ് മൂത്ത പുത്രനാണ്. ദുർഗാ പ്രസാദിന് സംസ്കൃതത്തിലും പേർഷ്യൻ ഭാഷയിലും അഗാധമായ ജ്ഞാനം നേടി അദ്ദേഹം ഒരു നിയമ പണ്ഡിതനുമായി. തന്റെ കർമ്മ പങ്കാളിയായി ശ്യാമസുന്ദരി എന്ന യുവതിയെ ദുർഗാ പ്രസാദ് വിവാഹം കഴിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഭൗതിക ജീവിതത്തോട് വേണ്ടത്ര പ്രതിപത്തിയില്ലായിരുന്നു. തന്റെ പുത്രന് 3 വയസ്സുള്ളപ്പോൾ ബുദ്ധനെ പോലെ ദുർഗാ പ്രസാദും നാടും വീടും ഉപേക്ഷിച്ച് യാത്രയായി. ശ്യാമസുന്ദരി ഭർത്താവിനെ വളരെ നാൾ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഗിരിതടങ്ങളിൽ തീവ്ര തപസ്സനുഷ്ഠിച്ച് സന്യാസിയായി കഴിഞ്ഞു. അപ്പോൾ രാമോഹൻ ദത്തന്റെ 2 മക്കൾ, മൂത്ത പുത്രൻ ദുർഗാ പ്രസാദും രണ്ടാമത്തെ പുത്രൻ കാളി പ്രസാദ് ദത്തനും. ദുർഗാ പ്രസാദ് ദത്ത് ശ്യാമസുന്ദരിയെ തന്റെ കർമ്മ പങ്കാളിയായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിതത്തോടൊന്നും അധികം താല്പര്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ദുർഗാ പ്രസാദ് പേർഷ്യൻ ഭാഷയിലും സംസ്കൃതത്തിലും ഒക്കെ അഗാധമായ ജ്ഞാനം നേടി, അറിവ് നേടി അദ്ദേഹം നിയമ പണ്ഡിതനായി. പക്ഷേ അദ്ദേഹം ഭൗതിക ജീവിതത്തോട് യാതൊരു താല്പര്യവുമില്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ പുത്രന് 3 വയസ്സുള്ളപ്പോൾ, ഒരു പുത്രൻ ജനിച്ച പുത്രന് 3 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വീടും നാടും ഉപേക്ഷിച്ച് ബുദ്ധനെ പോലെ അദ്ദേഹം ഗിരിതടങ്ങളിൽ തീവ്ര തപസ്സനുഷ്ഠിച്ചു. ദുർഗാ പ്രസാദും കാളി പ്രസാദും എന്നാണ് രാമോഹന്റെ 2 മക്കളുടെ പേര്. ദുർഗാ പ്രസാദ് മൂത്ത പുത്രൻ, കാളി പ്രസാദ് ഇളയ പുത്രൻ. ഈ ദുർഗാ പ്രസാദ് ദത്തൻ പേർഷ്യൻ ഭാഷയിലും സംസ്കൃതത്തിലും അഗാധമായ ജ്ഞാനം നേടി അദ്ദേഹം നിയമ പണ്ഡിതനായി. അദ്ദേഹം ശ്യാമസുന്ദരിയെ തന്റെ ജീവിത പങ്കാളിയെ കർമ്മ പങ്കാളിയെ തിരഞ്ഞെടുത്തു. പക്ഷേ അദ്ദേഹത്തിന് ഭൗതിക ജീവിതത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം തന്റെ പുത്രൻ ജനിച്ച പുത്രന് 3 വയസ്സുള്ളപ്പോൾ അദ്ദേഹം നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് ബുദ്ധനെ പോലെ പോയി. അദ്ദേഹം ഗിരിതടങ്ങളിൽ തീവ്ര തപസ്സ് അനുഷ്ഠിച്ചൊരു സന്യാസിയാകാനുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിലേക്കായിട്ട് മൂത്ത പുത്രൻ ദുർഗാ പ്രസാദ് ദത്തൻ അതിലേക്കായിട്ട് പോകുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്ന ഈ സ്വാമി വിവേകാനന്ദന്റെ ഏത് കുടുംബത്തിൽപ്പെട്ടതാണ് സ്വാമി വിവേകാനന്ദൻ? ദത്ത കുടുംബത്തിൽപ്പെട്ട കായസ്ഥ വർഗത്തിൽപ്പെട്ട കായസ്ഥ വർഗത്തിൽപ്പെട്ടവരാണ്. അതായത് വാഗപ്പൂ മലകളുടെ വർണ്ണാപ്പിൽ കുളിച്ച ആ പ്രദേശത്ത് ജീവിച്ചിരുന്നവരാണ്. ഒരു കായസ്ഥ വർഗത്തിൽപ്പെട്ടവരാണ്. അത് വർഗത്തിനൊരു പേരുണ്ട്, കായസ്ഥ വർഗം. ആ കായസ്ഥ വർഗത്തിൽപ്പെട്ട ദത്ത കുടുംബത്തിൽപ്പെട്ടവരാണ് അവർ. അവരുടെ പ്രത്യേകതകൾ അവർ ദാനശീലരായിരുന്നു, അവർ പ്രബലരായിരുന്നു, ബുദ്ധിശക്തിയിലും കർമ്മശക്തിയിലും മുൻപന്തി നിൽക്കുന്നവരാണ്. ആ കുടുംബത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയായിരുന്നു രാമോഹൻ ദത്തൻ. അദ്ദേഹം നിയമ പണ്ഡിതനായിരുന്നു. അദ്ദേഹം തന്റെ കഠിന അധ്വാനത്തിലൂടെ ധാരാളം പണം സമ്പാദിച്ചു. അദ്ദേഹം ഗൗരമോഹൻ മുഖർജി തെരുവിൽ ഒരു മാളിക പണിയിച്ചു. ആ മാളികയിൽ ആ കുടുംബാംഗങ്ങളോട് അദ്ദേഹം അവിടെ താമസമാക്കി. അദ്ദേഹത്തിന് 2 പുത്രന്മാർ ജനിച്ചു, ദുർഗാ പ്രസാദ് ദത്തും കാളി പ്രസാദ് ദത്തും. ദുർഗാ പ്രസാദ് ദത്ത് പേർഷ്യൻ ഭാഷയിലും സംസ്കൃതത്തിലും അഗാധമായ ജ്ഞാനം നേടി അദ്ദേഹം നിയമ പണ്ഡിതനുമായി. അദ്ദേഹം തന്റെ കർമ്മ പങ്കാളിയായി ശ്യാമസുന്ദരി എന്ന യുവതിയെ തിരഞ്ഞെടുത്തു. എന്നാൽ അദ്ദേഹത്തിന് ഭൗതിക ജീവിതത്തോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. തന്റെ പുത്രന് 3 വയസ്സുള്ളപ്പോൾ ദുർഗാ പ്രസാദ് ദത്ത് നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് ബുദ്ധനെ പോലെ ആ നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് പോയി അദ്ദേഹം ഗിരിതടങ്ങൾ തീവ്ര തപസ്സനുഷ്ഠിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ച സ്വാമി വിവേകാനന്ദന്റെ കുടുംബത്തെക്കുറിച്ചും
അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ പൂർവികരിലെ കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളെ കുറിച്ച് കുടുംബത്തെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് കഥാപാത്രങ്ങൾ വരുമ്പോഴത്തേക്കും പ്രശസ്തരായ വ്യക്തികൾ രാമോഹൻ ദത്തൻ, പിന്നെ എന്തൊക്കെയാണ് കൊൽക്കത്ത നഗരത്തിലെ സിംലയുടെ ദേശം, ആ ദേശത്തിന്റെ പ്രത്യേകത എന്താണ്? വാഗപ്പൂ ഫലങ്ങളുടെ വർണ്ണാപ്പിൽ കുറിച്ച സ്ഥലമാണ് അല്ലെ. അവിടെ കായസ്ഥ വർഗത്തിൽപ്പെട്ടവരാണ്, ദത്ത കുടുംബത്തിൽപ്പെട്ടവരാണ്. ആ ദത്ത കുടുംബത്തിൽപ്പെട്ടവരുടെ പ്രത്യേകത അവർ ദാനശീലരായിരുന്നു, അവർ പ്രബലരായിരുന്നു, ബുദ്ധിശക്തിയിലും കർമ്മശക്തിയിലും മുൻപന്തിയിലാണ് അവർ. പിന്നീട് എന്താണ്, ആ കുടുംബത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാണ് രാമോഹൻ ദത്തൻ. അദ്ദേഹത്തിന്റെ 2 പുത്രന്മാരാണ് ദുർഗാപ്രസാദും കാളിപ്രസാദും. ദുർഗാപ്രസാദ് ശ്യാമസുന്ദരി എന്ന യുവതിയെ തന്റെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുന്നു. ശ്യാമസുന്ദരി. ഇതിലൊരു പുത്രൻ ജനിച്ച പുത്രന് 3 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ഭൗതിക ജീവിതത്തിൽ താല്പര്യമില്ലാതെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പുത്രനെ പോലെ വീട് വിട്ടു പോവുകയും ഗിരിതടങ്ങളിൽ അദ്ദേഹം തപസ്സനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സന്യാസിയെ ജീവിക്കണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോഴത്തേക്ക് ആ ക്ലാസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇതിൽ എത്തിയിട്ടില്ല. ആ ടെക്സ്റ്റിൽ കഥാപാത്രങ്ങൾ നിങ്ങൾ കുറിച്ച് വെക്കുക. ആരൊക്കെയായിരുന്നു തുടക്കം മുതലുണ്ടെങ്കിൽ അതിനോട് കണക്ട് ചെയ്താൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മുന്നോട്ട് പോകും. അപ്പോൾ ആദ്യത്തെ ഈ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ ആ ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് വേഗം കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.